പുരുഷ സന്ധ്യയെ ചിരിച്ചു, മധ്യാഹ്ന സന്ധ്യയെ ജ്വലിച്ചു, സായം സന്ധ്യയെ കഴുകി, ത്രികാല സന്ധ്യ പോൽ നിൻജന്മം. നീ തൊട്ടുണർത്തി ഹൃദയ പൂക്കളിൽ നിറയുന്ന മധുവും മണവും അറിയാതെ ഒളിപ്പിച്ചു വെച്ചോ കാലം. നീ പോവുക നിൻ വഴിയേ, സഫലമീ യാത്ര, സഫലമീ യാത്ര. സ്വർഗദൂതിക നീ, ഭൂമിപുത്രി സർവം സഹേ. കർമ്മവീഥിയിൽ ഏകയാത്രിക സ്നേഹാദ്രേ, കർമ്മവീഥിയിൽ ഏകയാത്രിക സ്നേഹാദ്രേ. നഷ്ടം തിരിച്ചു പിടിക്കാവുന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ കൂടെ നിൽക്കണം. നിങ്ങൾ ചോദിക്കുന്നത് എന്തും ഞങ്ങൾ തരും. ഇനി പങ്കുവച്ചോടാണെങ്കിൽ അങ്ങനെ. സാറുമാരുടെ പഴയ കളികളൊന്നും ഇനി ഇവിടെ നടക്കില്ല. ഇനി ഞങ്ങൾ നിന്ന് തരത്തൂല്ല. നീ വരട്ടുന്നോടാ. എന്താ ഇത് കനകരാജ? അവരെ വിട്, അവര് കാര്യം പറയട്ടെ. നീ ഒന്ന് സൈലന്റ് ആവ്. ക്ഷമ ആട്ടിൻ സുപ്പിന്റെ ഫലം ചെയ്യുമെന്ന് പറയാറില്ലേ? ലച്ചുമ്മ ഇപ്പോ പുറം ലോകം അറിയുന്ന ആളാ. അതിനൊക്കെ ഒരു പരിധിവരെ നിങ്ങളൊക്കെ തന്നെ കാരണക്കാര്. നിങ്ങളുടെ ലച്ചുമ്മയെ തീർക്കാനേ എനിക്ക് അധികം നേരമൊന്നും വേണ്ട. ഞങ്ങളെ ചതിച്ചവർക്കൊക്കെ എന്താ പറ്റിയെന്ന് എനിക്കറിയാലോ. സാറുമാര് ഇനി മുതൽ ഊരിലിറങ്ങിയാലേ ആളുകളെ ആക്രമിക്കും. അവർക്കൊക്കെ ഇപ്പൊ വിവരം വെച്ചു തുടങ്ങി. എന്നെ കൈവയ്ക്കാൻ ഏതവനാണ് ഇവിടെ ഉള്ളേ? ഇത്രയും കാലം കൂടെ നിന്നോണ്ട് വിളിച്ചപ്പോ ഒരു മുന്നറിയിപ്പ് തരാനാണ് ഞങ്ങൾ വന്നത്. നിങ്ങളിൽ ഒരുത്തനും ഇവിടുന്ന് ജീവനോട് പോകത്തില്ല. ഞങ്ങൾ പോകും സാറേ, കാരണം ഇത് ഞങ്ങളുടെ ഊരാ. ഇവിടെ അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എവിടെ ധൈര്യം കിട്ടുക? ആദ്യ കനക, നിങ്ങൾ വയ്ക്കോ പൊക്കോ. കനക, അവരിപ്പോ പൊയ്ക്കോട്ടെ. നമുക്ക് പിന്നീട് അവരോട് സംസാരിക്കാം. ഞാൻ കൊടുത്ത എച്ചിരും തിന്നിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ചെയ്താൽ പോരെ? ഇനി ഒന്നും അന്വേഷിക്കാനും അറിയാനുമില്ല. പിശാകനെ ലച്ചുമ്മയും ഉടനെ തീർക്കണം. ലച്ചുമ്മയുടെ വീട്ടിൽ കയറി ഗുണ്ടായിസം കാണിച്ചതാ നമുക്ക് പറ്റിയ അബദ്ധം. അവൻ പറഞ്ഞത് ശരിയാ. ആ ഒരൊറ്റ സംഭവത്തിലൂടെയാ മീഡിയ തങ്ങ് ഏറ്റെടുത്തത്. തൽക്കാലം നമുക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കാം. എന്നിട്ട് ആലോചിച്ചതിന് ശേഷം എന്തെങ്കിലും ചെയ്യാം. ഇനി എടുത്തിയാടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവന് പോലും ആവത്താ. ആ ഊരിൽ എല്ലാരും നമുക്കെതിരെ തിരിഞ്ഞിരിക്കുക. എന്തിനേറെ പറയുന്നു, ആ മാഷ് പറഞ്ഞതുപോലെ നേതാവ് ഇപ്പൊ എന്റെ ഫോൺ കോൾ പോലും എടുക്കുന്നില്ല. തോറ്റു പിന്മാറി പോണോന്നാണോ താൻ പറയുന്നത്? എടോ, അധികാരികളുടെയും രാഷ്ട്രീയക്കാരുടെയും സപ്പോർട്ടില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് കാത്തിരിക്കാം. ഈ പറയുന്ന ഊരിലെ ആളുകൾ തന്നെ ലച്ചുമ്മയെ ഇവിടെ നിന്ന് പറത്തും. നമ്മൾ രംഗത്ത് വരാതെ അതിനുള്ള കരുക്കൾ നീക്കുകയും ചെയ്യും. കൊല്ലാനും കൊല വിളിക്കാനും ഒക്കെ പോയി കഴിഞ്ഞാലേ നഷ്ടം നമുക്ക് മാത്രമായിരിക്കും. കനകരാജന്റെ ഈ മുൻഷുണ്ടി ഒന്ന് നിർത്ത്. ക്ഷമിക്കാനും സഹിക്കാനും കഴിയുന്നില്ലടോ. താൻ ധൈര്യമായിട്ടിരിക്കടോ. വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാം.
പറഞ്ഞു നോക്കിയാലോ? ആ ആ ആ മോളെ ദാ. അമ്മേ, എന്താ മയമ്മ മുഖത്തൊരു ക്ഷീണം പോലെ? കുഴപ്പമൊന്നുമില്ല മോളെ. ഗ്യാസിന്റെ ചെറിയൊരു പ്രശ്നം. ഗ്യാസിന്റെ മരുന്ന് കഴിച്ചാൽ ശരിയാവും. ഗ്യാസ് എന്ന് പറഞ്ഞിരിക്കണ്ട, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഞാൻ ചൂടുവെള്ളം കുടിച്ചിട്ടുണ്ട്. ഇപ്പൊ ചെറിയ മാറ്റം തോന്നുന്നുണ്ട്. മയമ്മ കൊച്ചുകുട്ടികളെ പോലെ വാശി കാണിക്കരുത്. മോളെ, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ മയമ്മേ? എന്റെ മനസ്സിൽ ഞാനൊരു ആഗ്രഹം ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പറയ്. മയമ്മയുടെ ആഗ്രഹം മനസ്സിൽ മാത്രം വെച്ചാ പോരല്ലോ. വേറൊന്നുമല്ല, എന്റെ അച്ഛന്റെ അമ്മയുടെ കാര്യ. അതെന്താ ഇപ്പോ അങ്ങനൊരു തോന്നല്? ഇങ്ങോട്ട് വരുന്നതിന്റെ തലേന്ന് ക്ഷേത്രത്തിൽ വെച്ച് ഞാൻ അച്ഛനെ കണ്ടിരുന്നു. മോളെ, മഞ്ജുവിന്റെ മോള് ഒരു പയ്യന്റെ കൂടെ ഒളിച്ചോടി പോയി. ആ പെണ്ണെ കുറിച്ച് ആർക്കും ഒരു വിവരവും ഇല്ല. അതിനുശേഷം മഞ്ജു അങ്ങോട്ട് വരാറില്ല. എനിക്കിപ്പോ പഴയ പോലെ ആട്ടോ ഓടിക്കാനൊന്നും വയ്യ മോളെ. വണ്ടി വിറ്റു, പണിയെടുത്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഒരു അറ്റാക്ക് കഴിഞ്ഞു. ഏത് നിമിഷവും എന്ത് സംഭവിക്കാം. സത്യം പറയല്ലോ മോളെ, മരുന്ന് വാങ്ങാൻ പോലും നിവർത്തിയില്ലാത്ത അവസ്ഥയില്ല. അവരെ കൈവിട്ട് കളയാൻ മനസ്സനുവദിക്കുന്നില്ല മോളെ. എന്നെങ്കിലും ഞാൻ നിന്നെ കൊണ്ട് അങ്ങോട്ട് ചെല്ലുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഒരു വാശി പോലെ ഞാൻ പോയില്ല. ഈ അവസ്ഥയിൽ ആ പാവങ്ങളെ ഉപേക്ഷിക്കുന്നത് ശരിയല്ലല്ലോ മോളെ. ഞാൻ നിന്നെ പ്രസവിച്ചപ്പോ അച്ഛൻ ആശുപത്രി വന്നിരുന്നു. ശാരദാമ്മയുടെ വീട്ടിലും വന്നിട്ടുണ്ട്. അച്ഛൻ രഹസ്യമായിട്ട് എന്റെ വിവരങ്ങൾ അന്വേഷിക്കുമായിരുന്നു. അച്ഛൻ പറഞ്ഞപ്പോഴാ പലതും ഞാൻ അറിയുന്ന. എന്നെ കുറിച്ച് ഓർത്തുരിക്കുക അച്ഛൻ ഇങ്ങനെ ആയത്. എല്ലാം ശാരദാമ്മയ്ക്ക് അറിയായിരുന്നു. ഒന്നും എന്നെ അറിയിക്കരുതെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. എന്തിന്? നിന്റെ നൂലുകെട്ടിന് ഞാൻ നിന്നെ അണിയിച്ച പൊന്നരഞ്ഞണം അച്ഛൻ വാങ്ങി ശാരദാമ്മയെ രഹസ്യമായിട്ട് ഏൽപ്പിച്ചതായിരുന്നു. ശാരദാമ്മ എനിക്ക് വേണ്ടി ഇതെന്റെ കൊച്ചുമോളുടെ അരയെ കെട്ടണം. വേണ്ട സുഗത, ഒരു മോളൂടി നിങ്ങൾക്കുള്ളതല്ലേ. മനസ്സ് നിറഞ്ഞ ഞാൻ ഇത് വാങ്ങിയത്. ഞാൻ കിട്ടുന്നതും ശാരദാമ്മ കിട്ടുന്നതും ഒന്നാ. നിങ്ങളെ ഞാൻ എൻ്റെ സ്വന്തം പെങ്ങളെ പോലെയാ കാണുന്ന. ഇതെന്റെ കുഞ്ഞിന്റെ അരയെ കെട്ടിക്കൊടുക്കണം. അച്ഛൻ വാങ്ങിയെന്ന് ഒരിക്കലും പറയരുത്. ശാരദാമ്മ വാങ്ങിയെന്നേ പറയാവൂ. എനിക്ക് അത്രയെങ്കിലും ചെയ്തേ പറ്റൂ. അവരെ ഈ അവസ്ഥയിൽ അവിടെ നിർത്തണ്ട. മായമ്മ അവരോട് ഇങ്ങോട്ട് വരാൻ പറ. ഞാൻ പറയാം മോളെ. പക്ഷെ പെട്ടെന്ന് അവരെ ഇങ്ങോട്ട് ക്ഷണിക്കാൻ പറ്റില്ല. അവരുടെ സംസാരത്തിൽ അങ്ങനൊരു വാക്ക് വീണ എന്തായാലും ഞാൻ പറയാം മോളെ.
വാശിക്ക് ഒരു കുറവുമില്ല. ഇനി എനിക്ക് എന്ത് വാശിയാ? ഉണ്ടായിരുന്നു. മായ പിഴച്ചു പോയില്ലെന്ന് തെളിയിച്ചു കൊടുക്കാൻ. അമ്മേ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട മോളെ, കുറഞ്ഞു ഇപ്പോ. എടി, നീ പറ, ഞങ്ങൾ ഇനി എങ്ങോട്ട് പോണോന്ന്? ഈ വയസ്സാം കാലത്ത് രണ്ടുപേർ എങ്ങനെ ജീവിക്കുന്നു നീ അന്വേഷിച്ചിട്ടുണ്ടോ? ഒരാളെ ഹാർട്ട് പേഷ്യന്റാ, ജോലിക്ക് പോകാൻ പറ്റില്ല. ഞാനേ തൊഴിലുറപ്പിന് പോകുന്നത് കൊണ്ടാ ജീവിച്ചു പോകുന്നത്. ഞാൻ വിചാരിച്ചാലേ നിങ്ങൾക്ക് രണ്ടുപേർക്കും ചെലവിന് തരാൻ പറ്റുമോ? അമ്മ, ഞാൻ ജീവിക്കുന്നത് വേറൊരാളുടെ ചെലവില. ഒന്നാമത്തെ കാര്യം, ഒരു മോൾ ഉണ്ടാക്കിയ നാണക്കേട് ഇതുവരെ തീർന്നിട്ടില്ല. രണ്ടാമത്തെ മോളുടെ വിവാഹമെങ്കിലും നന്നായിട്ട് നടത്തണമെന്ന് എനിക്കുണ്ട്. ഇപ്പൊ എല്ലാം അറിഞ്ഞാണ് ഒരു കൂട്ടര് വന്നത്. ഈ കല്യാണം നടന്നില്ലെങ്കിൽ അവക്ക് വേറെ വിവാഹം ഉണ്ടാവുമോന്ന് പോലും എനിക്കറിയില്ല. ഇതൊക്കെ നിനക്ക് ദൈവം തന്നതാടി. നീ മായയെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞത്? നീ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊല്ലാനും പറഞ്ഞില്ലേ? എന്നിട്ട് എന്തായി? അവളെ നന്നായിട്ട് ജീവിക്കുന്നു. അവൾക്കും മോൾക്കും കിട്ടുന്ന ആദരവ് നീ കണ്ടില്ലേ? പത്രത്തിലും ടിവിയിലെയൊക്കെ വാർത്തയെ വല്ലപ്പോഴെങ്കിലും ശ്രദ്ധിക്കണം. എനിക്ക് എന്റെ കാര്യം അറിഞ്ഞാ മതി. അമ്മ ഇപ്പൊ വന്ന ആലോചന വിട്ടുകളയാൻ പറ്റില്ലെന്നാ ചേട്ടൻ പറഞ്ഞേക്കുന്നെ. എങ്കിലേ നിന്റെ ഭർത്താവ് സമ്പാദിച്ച കാശുകൊണ്ട് വിവാഹം നടത്തണം. ഞാൻ എന്റെ ഷെയറാ ചോദിക്കുന്നെ. നിങ്ങളുടെ കാലം വരെ ഇതൊന്നും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാൻ പറ്റില്ല. എനിക്കിത് വിറ്റെന്റെ മോളുടെ വിവാഹം നടത്തണം. രണ്ട് മക്കളിൽ ഒരാളെങ്കിലും നന്നായിട്ട് ജീവിക്കുന്നത് എനിക്കൊന്ന് കാണണം. എന്നോട് നിങ്ങൾ പ്രതികാരം ചെയ്യുമെന്ന് എനിക്കറിയാം. ദേ, എന്റെ മോള് വീട്ടിലിരുന്ന് പോയാ കാരണക്കാരൻ നിങ്ങൾ മാത്രമായിരിക്കും. ഞങ്ങളെ എങ്ങോട്ട് പോകുന്നു നീ പറ. നീ ഞങ്ങളെ കൊണ്ടുപോകൂ. അതിനുള്ള സൗകര്യമൊന്നും എന്റെ വീട്ടിലില്ല. ഞങ്ങള് പിന്നെ വല്ല അനാഥാലയത്തിലും പോണോ? അതൊന്നും എനിക്കറിയില്ല. നിർത്ത്. നിനക്ക് വേണ്ടത് ഈ വീടും പറമ്പും അല്ലേ? അതെ. എന്ത് വേണേലും എഴുതിത്തരാം. എന്റെ ഭർത്താവിനോട് പറ ആരെങ്കിലും വിളിച്ചോണ്ട് ഒന്ന് നോക്കാൻ. എന്റെ ഭർത്താവ് ആളെ കൊണ്ടുവന്നാൽ അപ്പൊ എഴുതിത്തരാം. നിങ്ങൾ എന്താ ഈ പറയുന്നേ? എടി, കുഴി കാലം നീട്ടിയിരിക്കുന്ന നമുക്ക് എന്തിനാടി ഈ വീടും പരേടൊക്കെ? നാളെ ഒരു പെണ്ണിന്റെ ജീവിതം നമ്മളായിട്ട് ഇല്ലാതാക്കി എന്ന് പറയണ്ട, പറയിപ്പിക്കണ്ട. നമ്മുടെ കാലശേഷം ഇതെല്ലാം ഇവൾക്കുള്ളത് തന്നെയല്ലേ? തക്ക സമയത്ത് കാര്യങ്ങൾ നടക്കട്ടെ. എന്നാ ശരി, ഞാൻ ചേട്ടനോട് പറയാം ആരെങ്കിലും വിളിച്ച് കാണിക്കാൻ. നീ പറഞ്ഞോ? ചെല്ല്. ശരി. ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി എന്ത് ചെയ്യാനാ? നമുക്ക് പെരുവഴിയിൽ ഇറങ്ങാം. പോകാൻ ഒരിടവില്ല. മൂത്ത മകളുണ്ട്, എങ്ങനെ അപേക്ഷിക്കും? നീ അങ്ങനെ ചിന്തിക്കണ്ട. അവളെ അവളുടെ മകളെ നീ സ്വതന്ത്രയാക്കി വിട്. അവരെ ആശ്രയിക്കുന്നതിനേക്കാളും നല്ലത് മരിക്കുന്നതാ. സുഗതന്റെ തീരുമാനത്തിന് മാറ്റമില്ല. അവളാളെ കൊണ്ടുവരട്ടെ, പറയുന്നിടത്ത് ഞാൻ ഒപ്പിട്ട് കൊടുക്കാം. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഞാൻ തയ്യാറാ. മായ, മോളെ പറയേ. അച്ഛന് കുറവുണ്ടോ? സർജറി വേണമെങ്കിൽ നമുക്ക് ചെയ്യാം.
ലച്ചു അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. എന്തിനാ മോളെ ഇത്രയും പെട്ടെന്ന് മരിച്ചു കിട്ടിയാൽ മതിയെന്ന? പിന്നെ എനിക്ക് ഈ ശ്യാമളെ കുറിച്ചുള്ള സങ്കടം മാത്രമേ ഉള്ളൂ. എന്തുണ്ടായത്? നിന്റെ അനിയത്തിയുടെ വന്നിരുന്നു പ്രശ്നം ഉണ്ടാക്കാൻ. അവൾക്ക് ഈ വീട് സ്ഥലവും വിൽക്കണമെന്ന്, മകളുടെ വിവാഹം നടത്താൻ. അച്ഛനെല്ലാം എഴുതി കൊടുക്ക്. അങ്ങനെ തന്നെയാ ഞാൻ അവളോട് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ എങ്ങോട്ട് പോകും മോളെ? ഞാനും എന്റെ മോളും ജീവിച്ചിരിപ്പില്ലേ? ഞങ്ങളുടെ ഒപ്പം നിൽക്ക്. മോള് സത്യമാണോ പറയുന്നത്? അതെ അച്ഛ. എന്റെ വലിയൊരു ആഗ്രഹം അച്ഛന്റെ അമ്മയുടെയും കൂടെ ജീവിക്കാൻ. ഇതൊരു നല്ല അവസരം എന്നാ എനിക്ക് തോന്നുന്നത്. നിങ്ങൾ വസ്തു എഴുതി കൊടുത്തിട്ട് എന്നെ വിളിക്ക്. ഇനിയുള്ള കാലം നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. ശരി മോളെ. എന്താ കാര്യം? ഞാൻ പറഞ്ഞില്ലേ ദൈവം വഴി കാണിക്കുന്നു. അത് സംഭവിച്ചു. അവള് വിളിച്ചതേ നമ്മളെ അങ്ങോട്ട് ചെല്ലാൻ പറയാന്. നീ ഒന്നും നോക്കണ്ട, നമുക്ക് അങ്ങോട്ട് പോവാം. ഈ വീട് സ്ഥലവും എനിക്ക് ഭാരമായി തുടങ്ങി. എഴുതി കൊടുക്കാം മഞ്ജു പറയുന്ന പോലെ തന്നെ. ഉജ്വല ത്യാഗ സമുന്നത വേദിയിൽ തിങ്ങി വിളങ്ങും ഉഷസ്സേ, നാടിൻ പ്രഭയായുള്ള പോൽ ചിതറി ഉദിച്ചു വന്നൊരു താരകമേ. നാരീ ശക്തി, സ്ത്രീ ശക്തി, ഇവൾ നാടിൻ നിന്നും ശക്തി. നാരീ ശക്തി, സ്ത്രീ ശക്തി, ഇവൾ നാടിൻ നിന്നും ശക്തി. സ്ത്രീകൾക്കെല്ലാം അതിശക്തി, അതിശക്തി. ലച്ചുമ്മേ, ലച്ചുമ്മേ, ലച്ചുമ്മേ. ഉത്തമരുടെ വിശ്വാസവതെന്നും മാതൃകയാകിയ ധീരതയാൽ അബലകളാകിയ സ്ത്രീകളെയെല്ലാം അതിബലയാക്കിയ സ്ത്രീ ശക്തി. ഉത്തമരുടെ വിശ്വാസവതെന്നും മാതൃകയാക്കിയ ധീരതയാൽ അബലകളാകിയ സ്ത്രീകളെയെല്ലാം അതിബലയാക്കിയ സ്ത്രീ ശക്തി. ലച്ചുമ്മേ, ലച്ചുമ്മേ, ലച്ചുമ്മേ. എന്ന് വെച്ചാൽ ഗിരിപുരം എന്നേക്കായി ഉപേക്ഷിച്ചിട്ട് കനകരാജൻ ഇവിടുന്ന് കെട്ടുകെട്ടണം. അതല്ലേ താൻ പറയുന്നത്? എടോ, ഇത് ഞാനല്ല പറയുന്നേ. കനകരാജനുമായുള്ള എല്ലാ കണക്ഷൻസും ലീഡർ അവസാനിപ്പിച്ചു. രാഷ്ട്രീയക്കാരൻ നമ്പരുതെന്ന് പണ്ടേ എനിക്കറിയാം. അത് മനസ്സിലാക്കി തന്നെയാ ഞാനും നിന്നത്. കനകരാജനെ അങ്ങനെ ഒഴിവാക്കി വിടാൻ കഴിയില്ലെന്ന് താൻ പറഞ്ഞേക്കേ. ലച്ചുമ്മയ്ക്കെതിരെ ഒരു ചെറു വിരൽ പോലും ചലിപ്പിക്കാൻ ഇനി നമുക്ക് കഴിയില്ല. ഇനി മത്സരിക്കാൻ ഇറങ്ങിയ നാശം നമുക്ക് മാത്രമോ? പക വീട്ടാൻ വേണ്ടി സ്വയം കുഴി കുത്തുന്ന വിഡ്ഢിയായി പോരുത്. ശത്രു പ്രബലനായാൽ പിൻവാങ്ങുന്നതാണ് ബുദ്ധി.
തന്നോടുള്ള ഇഷ്ടം കൊണ്ട് പറയുക ഗിരിപുരം വിടാം. ഇവിടം വെച്ച് നമ്മൾ സമ്പാദിക്കാനുള്ളതെല്ലാം നമ്മൾ ഉണ്ടാക്കി. പിന്നെ വന്ന നഷ്ടം അത് വിട്ടേക്കാം. താനെന്ത് പറയുന്നു? വേരറ്റ മരമാണെന്ന് പറഞ്ഞില്ലേ, ശരിക്കും അത് തന്നെയാ സത്യം. ഇനി നിന്നിട്ട് കാര്യമില്ല. ഞാൻ എല്ലാം അവസാനിപ്പിച്ചു എന്ന് താൻ ലീഡറോട് പറഞ്ഞേക്കാം. മോളെ അത്താഴം എടുത്തു വെച്ചിട്ടുണ്ട്, കഴിക്കാൻ വാ. മായമ്മയുടെ ക്ഷീണം മാറിയോ? മാറ്റമുണ്ട് മോളെ.